ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തരായ വ്യക്തികളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് ഇടം പിടിച്ച് ഭാരതത്തിന്റെ പ്രധാന സേവകൻ നരേന്ദ്രമോദി. ഇന്ത്യൻ എക്സ്പ്രസ് പ്രസിദ്ധീകരിച്ച പട്ടികയിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റ് പ്രമുഖ വ്യക്തികളെ പിന്തള്ളി ഒന്നാമതെത്തിയത്. ആഭ്യന്തരമന്ത്രി അമിത്ഷായും RSS സംഘചാലക് മോഹൻ ഭഗവതുമാണ് തുടർന്നുള്ള സ്ഥാനങ്ങളിൽ എത്തി നിൽക്കുന്നത്. BJPയും RSS മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ ജനങ്ങൾ ഏറ്റെടുക്കുന്നതിന്റെ ഒരു പ്രധാന തെളിവ് തന്നെയാണ് ഈ പട്ടികയെന്നാണ് വിവരങ്ങൾ. രാഷ്ട്രീയ വൈഭവത്തിനപ്പുറം തുടർച്ചയായും ഉള്ള ഏകീകരണത്തെയും ഇപ്പോൾ ഈ പട്ടിക അടിവരയിടുകയാണ്. ഓരോ വർഷം കഴിയുന്തോറും നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ജനം നെഞ്ചിലേറ്റി എന്നുള്ളത് തന്നെയാണ് ഇംഗ്ലീഷ് ദിനപത്രത്തിന്റെ റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത്. 95.6 ദശലക്ഷം ഫോളോവേഴ്സാണ് അദ്ദേഹത്തിന് എക്സ് പ്ലാറ്റ്ഫോമിലുള്ളത്. ലോക നേതാക്കളുമായി തന്നെ താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ വലിയ ഒരു കണക്ക് തന്നെയാണ് ഇത്. പട്ടികയിൽ 4ാം സ്ഥാനത്ത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡാണുള്ളത്. 5ാം സ്ഥാനത്ത് വിദേശകാര്യമന്ത്രി S ജയശങ്കറുമുണ്ട്. അതായത് ഇന്ത്യയിലെ ശക്തന്മാരെന്ന് പറയുന്ന ഈ 40 വ്യക്തികൾ, ഈ 40 വ്യക്തികളിൽ നിന്ന് ഒന്നാമതായി തെരഞ്ഞെടുത്തിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നുള്ളതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. തുടർന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും RSS സംഘചാലകും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും വിദേശകാര്യമന്ത്രി എല്ലാവരും തന്നെ എത്തുന്നത്. നിലവിലുള്ള പട്ടിക ഇങ്ങനെയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒന്നാമത്, തുടർന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, RSS സംഘചാലക് മോഹൻ ഭഗവത് 3ാം സ്ഥാനമാണ്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്, വിദേശകാര്യമന്ത്രി S ജയശങ്കർ, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, പ്രതിരോധ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ, BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ, അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൗതം അദാനി, RIL ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ മുകേഷ് അംബാനി, കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ, കേന്ദ്ര റെയിൽവേ ടെലികോം IT മന്ത്രി അശ്വിനി വൈഷ്ണവ്, അസം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മ, പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി, കോൺഗ്രസ് MP രാഹുൽ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, ഡൽഹി മുഖ്യമന്ത്രിയും AAP നേതാവുമായ അരവിന്ദ് കെജ്രിവാൾ, RBI ഗവർണർ ശക്തികാന്ത ദാസ്, കേന്ദ്ര ഭവന നഗരകാര്യ പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി, സുപ്രീം കോടതി ജഡ്ജി സഞ്ജീവ് ഖന്ന, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി മൻസുഖ് മാണ്ഡവ്യ, ബീഹാർ മുഖ്യമന്ത്രിയും JDU തലവനുമായ നിതീഷ് കുമാർ, തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ, റിലയൻസ് ഫൗണ്ടേഷൻ ചെയർപേഴ്സണും സ്ഥാപകയുമായ നിത അംബാനി, നടൻ ഷാറുഖ് ഖാൻ, ടാറ്റ ഗ്രൂപ്പ് ചെയർപേഴ്സൺ നടരാജൻ ചന്ദ്രശേഖർ, മുൻ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആക്ടിംഗ് ഡയറക്ടർ രാഹുൽ നവീൻ, പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാനം മന്ത്രി ഭൂപേന്ദ്ര യാദവ്, ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് കായിക യുവജനകാര്യ മന്ത്രി അനുരാഗ് ഠാക്കൂർ, വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ, RSS കാര്യവാഹ് ദാത്രയ്യ ഹസബല്ലെ, BCCI സെക്രട്ടറി ജയ്ഷാ, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, വിപ്രോ സ്ഥാപകൻ അസീം പ്രേംജി, വിരാട് കോഹ്ലി, തെലങ്കാന മുഖ്യമന്ത്രി അനുമുല രേവന്ത് റെഡ്ഡി, ഡൽഹി LG വിനയ് കുമാർ, സക്സേന എന്നിവരാണ്. അതേസമയം മോദി ഗ്യാരണ്ടി ജനങ്ങൾക്ക് പുത്തൻ ഉണർവും ഊർജവും നൽകിയെന്നാണ് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറയുന്നത്. ഉത്തർപ്രദേശിൽ 10 രാജ്യസഭാ സീറ്റുകളിൽ 10ൽ 8 എണ്ണത്തിലും BJP സ്ഥാനാർത്ഥികൾ വിജയം നേടിയതിന് പിന്നാലെയാണ് യോഗി ആദിത്യനാഥിന്റെ പ്രതികരണം. ജനങ്ങളെ പൂർണ്ണമായി വിശ്വാസത്തിൽ എടുത്തുകൊണ്ടുള്ള ഭരണമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത്. കേന്ദ്രത്തിൽ 3ാം തവണയും BJP അധികാരത്തിൽ വരണമെന്ന് തന്നെയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ജനാധിപത്യത്തിൽ ജനങ്ങളാണ് പരമപ്രധാനമായ ഘടകം. ഞങ്ങൾ ഓരോരുത്തരും ജനങ്ങളെ ദൈവമായിട്ടാണ് കാണുന്നത്. ജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കിക്കൊണ്ട് അവർക്കായി സേവ ചെയ്യാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഓരോ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും സ്വീകരിക്കുന്നതെന്നാണ് BJPയെ രാജ്യത്തെ മറ്റ് പാർട്ടികളിൽ നിന്ന് തന്നെ വ്യത്യസ്തരാക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.